ഇവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കണ എൻ്റെ മോൻ്റെ അടുത്ത് ടീച്ചർ കൊവാലനെ പറ്റി എഴുതാൻ പറഞ്ഞു. കൊവാലയോ അത് എന്ത് സാധനമാണെന്ന് ആലോചിച്ചിട്ടാണ് പുള്ളിക്കാരനിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിതിങ്ങനെ പറഞ്ഞു, കൊവാലനെ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പൊതുവേ കാണുന്ന ഒരു അനിമലാണ് ഈ കൊവാല. നമുക്കതിനെ കാണാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ബ്രിസ്ബൻ പോയി കഴിഞ്ഞപ്പോൾ ലോൺ പൈൻ കൊവാല സാങ്ച്വറിയിലേക്കൊന്ന് പോയി ഇതിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ ലോൺ പെയിൻ കോവാല സാങ്ച്വറിയിൽ വോക്കിനായിട്ടും ടിക്കറ്റ് എടുക്കാം, ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താണ്, പക്ഷെ ഉച്ചയ്ക്കാണ് നമ്മൾ എത്തിയത്. Number 19, you can go outside and there's you can buy kangaroo food to go feed the kangaroos if we want. They also do our tours there. And we've also got a lorikeet feeding at 3:45 if you want to feed the little lorikeets. Yes. Okay. So fun. So that one's over at number 16. 16. So yeah. Okay. You've got a little video now. You're all good. Yeah, thank you. നമ്മളെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത്യാവശ്യം അതിനെപ്പറ്റിയൊക്കെ ആ സ്ഥലത്തിനെ പറ്റി മനസ്സിലാക്കി അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ പോകുന്നത് ഒത്തിരി നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ. കാരണം പണ്ടൊക്കെ നമ്മൾ പോകണ എന്തുവാ, ഒരു സ്ഥലത്ത് പോയി കാണുക, ആക്ടിവിറ്റീസൊക്കെ കണ്ട് തിരിച്ചു വരിക, നമുക്ക് അവിടെ എന്തൊക്കെയാണ് നടക്കണേന്നൊന്നും അറിയില്ല. ഇപ്പം നമുക്ക് ഗൂഗിളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ നോക്കിയിട്ടൊക്കെ പോണതാണ് കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളുടെ പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പോക്കായിരുന്നു. ഇങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ബ്രിസ്ബന് പോയത്. ഉച്ചയ്ക്കാണ് നമ്മൾ എത്തിയതും. പക്ഷെ രാവിലെ തുടങ്ങിയാണെങ്കിൽ കുറച്ച് ഷോസൊക്കെ ഉണ്ട്. അവിടെ റാപ്റ്റെയിൽ ഷോയുണ്ട്, പിന്നെ എന്തോ ഡിങ്കോ ഷോയുണ്ട്, പിന്നെ ഷീപ്പ് ഡോഗ് ഷോയുണ്ട്, അങ്ങനെ കുറച്ച് ഷോസൊക്കെ ഉണ്ട്. പിന്നെ കാങ്കുരു ഫീഡിംഗ് ഉണ്ട്, ലോറിക്കീറ്റ് ഫീഡിംഗ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരാളാണ് ഇപ്പോൾ ആ കാണുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാൽ ഈ സാധനം തന്നെയുള്ളൂ കേട്ടോ. ദൈവമേ, പേടിയാവും. ഞാൻ ഈ അരണേനേക്കാളും ഓന്തിനേക്കാളൊക്കെ കൂടുതൽ വലിയ ലിസാഡിനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെ ആശ്വാസം എന്ന് പറയുന്നത് ഇത് പോയിസണസ് അല്ല എന്നുള്ളതാണ്. അതും കൂടി ആയിരുന്നെങ്കിൽ തീർന്നേനെ. കുമ്പിട്ട് എന്നെ നോക്കി നടക്കേണ്ട അവസ്ഥയായിരുന്നു. പിഗാണ്. അവിടെ ആ പട്ടിനെ കണ്ടില്ലേ? നമ്മളിതൊന്നും അറിയാതെ അവിടെ പോയിട്ട് ഈ പട്ടിനെ കാണുമ്പോൾ എന്തിരിക്കും, ദൈവമേ ഇവര് പട്ടിനെ വളർത്തലാണോ, അവിടെ പട്ടിനെ എന്താണ് പൂട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കൂലേ. ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു. കാരണം എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല എന്താണ്. പിന്നെയാണ് കാണുന്നത് ഷീപ്പ് ഡോഗ് ഷോയോ, അത് എന്ത് സാധനമാണെന്ന് വിചാരിച്ചു. എന്താ സംഭവം, പണ്ട് ഈ ആട്ടിടയന്മാർക്ക് ഒരു നായയും കൂടി ഉണ്ടാവും. ആ നായയാണ് നമ്മുടെ ഈ ഷീപ്സിനെയൊക്കെ ഡീൽ ചെയ്ത് അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷോയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അത് പിന്നീട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇത് ആ സാധനമാണ് അച്ചു. ഈ ജീവനെ കണ്ടോ, ഇതാണ് വലബി. കാങ്കുരുവിൻ്റെ തന്നെ ഒരു സ്മോൾ വേർഷൻ. ഡിങ്കോയും ഈ ടാസ്മാനിയൻ ഡെവിൾ എന്ന് പറഞ്ഞ അനിമലൊക്കെ ഇതിനെ പിടിച്ച് തിന്നുമെന്നാണ് പറയുന്നത്. ഇതാണ് വോംബാറ്റ്. ഈ കോവാലയുടെയൊക്കെ തന്നെ ഇനത്തിൽ വരുന്ന ഒരു ജീവിയാണ്. മാസ്യൂപ്പിയൽസ് എന്ന് പറയുന്ന ഏതൊരു കാറ്റഗറിയിൽ വരുന്ന അനിമലാണ്. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. അതാണ് സംഭവം. പിന്നെ ഇത് ട്രീ കാങ്കുരു. ഞങ്ങൾ കാണാൻ പഠിച്ച പണി 18 നോക്കി. ആ ട്രീയുടെ അവിടെ നിങ്ങളും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈ സാധനത്തിന്. താഴത്തോട്ടൊന്നും ഇത് വന്നില്ല കേട്ടോ, മുകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷേ കണ്ടില്ല എന്നും പറയാൻ പറ്റില്ല. എല്ലാം അതിന് വേണ്ട സൗകര്യങ്ങൾ. പിന്നെ വലിയൊരു ട്രീ, ടാസ്മാനിയൻ ഡെവിൾ. നേരത്തെ നമ്മളിവിടെ കണ്ടില്ലേ ഒരു അനിമലി, ഇതിവിടെ നിന്നിരുന്നേ. ആദ്യതയുടെ അച്ചക്കേശമാണ്. പോയി
അതിൻ്റെ അവിടെ മറഞ്ഞിരിക്കണാണ് നിങ്ങളെ കണ്ടോണ്ട്. ഇതേ പോണു എടാ എന്നോട് വിളിച്ച് അവിടെ നിൽപ്പുണ്ട്. പോയത് വാ. That's koala. അയ്യോ എടാ മിണ്ടണ്ട കേട്ടോ, കടിക്കൂത്. എടാ മിണ്ടല്ലേടാ. കോവാല കോവാല. അയ്യോ ഉറങ്ങണ നോക്കിയത്, എന്ത് ക്യൂട്ടായിട്ട് ഉറങ്ങുന്നേ. ഈ കോവാല എന്ന് പറയണത് തന്നെ നോ വാട്ടർ എന്നാണ് അർത്ഥത്രേ. അതായത് വെള്ളമേ ഇത് കുടിക്കാറില്ല. യൂക്കാലിപ്റ്റസ് ഇല്ലേ, അതിന് ഒത്തിരി വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഇലയും തിന്നാണ് ഇതിൻ്റെ ജീവിതം. ഇത് ഇവിടെ കാടുകളിലും നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെറിയ ചെറിയ ഫോറസ്റ്റുകളിലൊക്കെ നമുക്കിതിനെ കാണാൻ പറ്റും. പക്ഷെ നമ്മളിതിനെ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ വെള്ളമൊന്നും കുടിക്കാതെ യൂക്കാലിപ്റ്റസ് ഇല മാത്രം തിന്ന് ഫുള്ള് നേരം ഉറക്കവുമായിട്ടാണ് പുള്ളിയുടെ ജീവിതം. റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ എന്തുണ്ടാവും അച്ചു? അല്ലെങ്കിൽ എന്തുണ്ടാവും? അനിമൽസ് അല്ല, എന്തുണ്ടാവും? ലിസാർഡ് ഉണ്ടാവും, ലിസാർഡ്. പിന്നെ കൊക്കുചൂട്ട്. ഞങ്ങളൊക്കെ കൊക്കര കോക്കോ എന്നാണ് അച്ചു പറയണം. കോഴി. പേടിച്ച് പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയിലെ മെയിൻ ആള് കാംഗറൂസ്, ഇവിടുത്തെ നാഷണൽ അനിമൽ. നമ്മുടെ കങ്കാരു നാഷണൽ അനിമൽ ആണെങ്കിലും ഇവര് ഇതിനെ ഭക്ഷണമാക്കാറുണ്ട് കേട്ടോ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കങ്കാരു ഇറച്ചിയൊക്കെ സുലഭമാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയാ ഇവിടെ അത് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് കങ്കാരൂസ്. എങ്ങനെയെങ്കിലും എൻ്റെ നമ്പർ കുറയ്ക്കണ്ടേ. നമുക്കിവിടുത്തെ ആ ഒരു ഫീഡിങ് ടൈം കുറച്ചൊന്ന് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫണ്ണാക്കായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഡിങ്കോസും ക്രൊക്കഡൈലിൻ്റെയും ഒരു സെഷനായിരുന്നു. ഇവിടെ ഫ്രീ റാപ്റ്റൈൽ ഷോയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിതിൻ്റെ ടൈമിങ്സ് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് അതൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. സാരില്ല. ഈ ഡിങ്കോ എന്ന് പറയുന്നത് പുതിയൊരു കേട്ടറിവാണെങ്കിലും, കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യമായിട്ടാണെങ്കിലും ക്രൊക്കഡൈലിൽ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഹോളിവുഡ് സിനിമയിലല്ലാതെ ക്രൊക്കഡൈൽ തിന്നു കൊന്നു എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം ക്രൊക്കഡൈൽസ് ആൾക്കാരെ പിടിച്ച് തിന്നു കൊന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പുഴയിലോ എവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് ആളുകൾ പറയുന്നത്. ഇതിപ്പോൾ എന്താ ഈ സാധനം? ഇത് കാസോവരിയോ അങ്ങനെ എന്തോ എഴുതിയേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് പറക്കാത്ത പക്ഷിയാണ്. പിന്നെ അതുമാത്രമല്ല, അതിന് നാക്കില്ല അത്രേ. അതുകൊണ്ട് ഇത് ഭക്ഷണം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ടയുടെ അറ്റത്തേക്ക് ഇത് ഭക്ഷണം ഇട്ട് വിഴുങ്ങാൻ ചെയ്യണേന്ന്. അതുകൊണ്ട് എന്ത് പറ്റും, ഈ സീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ അപ്പിയിൽ, അതങ്ങനെ തന്നെ വീണ് അത് ചെടിയായിട്ടൊക്കെ തളർത്ത് വരുമെന്നാണ് പറയണേ. അതുകൊണ്ട് തന്നെ സൂപ്പർ ഗാർഡനേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. എന്താ നിയം പറഞ്ഞു തന്നാ കേട്ടോ, നമ്മുടെ കുറുക്കനും പട്ടിക്കും ഉണ്ടായതാണ് ഈ ഡെങ്കു എന്ന്. പക്ഷെ ഞാൻ ഗൂഗിൾ മുഴുവൻ സെർച്ച് ചെയ്തിട്ടോ അങ്ങനൊരു ഇൻഫർമേഷൻ ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിവിടുത്തെ നേറ്റീവ് ഡോഗാണ് ഓസ്ട്രേലിയയിൽ. വേറെ എല്ലായിടത്തും കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് അതിന് ഡിങ്കോന്ന് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബിങ്കോന്ന് ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ കേട്ടിട്ടുണ്ട്, ബിങ്കോ കളിക്കണത്. ഡിങ്കോന്ന് എന്താ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ ഡൊമസ്റ്റിക് ഡോഗാണ്. ബാക്കിയുള്ള അനിമൽസിൽ നിന്നും ഇവർ ഐസൊലേറ്റഡായി പോയതാണ്. പിന്നെ സാധാരണ വളർത്തുപട്ടിയുടെ പോലത്തെ പട്ടിയൊന്നുമല്ല. പക്ഷെ ഇവിടുത്തെ ഫസ്റ്റ് നേഷൻ പീപ്പിളിന് ഇത് ഒരു ചെറിയ പെറ്റൊക്കെ പോലെയാണ്. പക്ഷെ ഇത് അറ്റാക്ക് ചെയ്യും. ടോപ്പ് റേറ്റഡ്
പ്രെഡേറ്റേഴ്സ് ഇൻ ഓസ്ട്രേലിയയിൽ ഒരാളാണ് ഈ ഡിങ്കു. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ അത്യാവശ്യമൊക്കെ ഇത് ക്ലോസ് ചെയ്യാറായി. ഞങ്ങളാണെങ്കിൽ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് ക്രൊക്കഡൈലിൻ്റെ അപ്പുറത്ത് നമുക്ക് നൂണ്ട് പോകാൻ പാകത്തിൽ കുളത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ്. ക്ലോസ് ആയോ? ഞാൻ കണ്ടു മാക്സിമം ഹൈറ്റ് ആണ്. കേറടാ. ഞാൻ പറയാം. ചില്ലിന്റെ ഉള്ളിലാണ് ഈ തലയിടിച്ച്. ഞാൻ കണ്ട് നീ ഇവിടം വരെ വരും വേണമെങ്കിൽ. അതാണ് കണ്ട വെള്ളത്തിന്റെ ഉള്ളില് പോവാൻ പോവാം. ഞങ്ങളപ്പോൾ എക്സിറ്റ് അടിക്കാന്നൊക്കെ വെച്ചിട്ട് അതുവഴി നടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ലോറിക്കീറ്റ്. അവർ നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ ലോറിക്കീറ്റ് ഫീഡിങ് ഉണ്ടെന്ന്. ലോറിക്കീറ്റ് എന്ന് പറഞ്ഞാലല്ലേ ഈ തത്തയുടെ പേരാട്ടോ ലോറിക്കീറ്റ്. ഈ പച്ചയും മഞ്ഞയും ചുവപ്പയും എല്ലാം കൂടി കളറുള്ള തത്ത. അതിന് ഫീഡിൻ്റെ ടൈം ഒരു ഇതൊക്കെ തീർന്നായിരുന്നു. പക്ഷെ നമ്മൾ എന്ന് കഴിഞ്ഞപ്പോഴും കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഫീഡിങ് ട്രെയിൻ കാണിച്ച പിള്ളേർ കുറേ നേരം വായി നോക്കി നിന്നു. അതുങ്ങൾ വന്നിരിക്കണ്ടേ. ലാസ്റ്റ് കുറച്ച് തത്തകൾ വന്നിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ മക്കളെ എന്തുമാത്രം അതിൽ വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുന്നു. ഇഷ്ടംമാരെ ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ പൊക്കം കൂടിയ ആൾക്കാരുടെ സംഗതിയിലേക്ക് വേഗം തത്തകൾ പോവായിരുന്നു. ഇവർ പഠിച്ച പണി നോക്കിയിട്ട് എൻ്റെ മോനാട്ടോ മുകളിൽ പിന്നെയും വന്നിരുന്നായിരുന്നു 1-2 തത്തകൾ. അവൻ കുറേ നേരം നിന്നൊന്ന് കഷ്ടപ്പെട്ടു. ആകെ മൊത്തം മുഖം വാടാൻ തുടങ്ങി. പക്ഷെ ഭാഗ്യത്തിന് ഒരു തത്തക്കുട്ടൻ വന്നിരുന്ന് അവനും ഹാപ്പിയായി, തത്തയും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. എൻ്റെ മോൻ്റെ പാത്രത്തിൽ അവൻ എത്ര നേരായടാ. അനങ്ങാതെ പിടിക്ക. ഫൈനലി കേശുക്കുട്ടാ. ഹാപ്പി നൗ? ഹാപ്പി ആയോ കേശു? ഈ പക്ഷികളുടെയൊക്കെ കാട്ടാൻ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്നറിയോ, ഇതിനൊന്നും ഒരു പേടിയില്ല. നമ്മൾ സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും പേടിയില്ല. കാരണം അവരവിടെ ഈ മനുഷ്യന്മാർ വന്ന് ഫീഡ് ചെയ്യണമൊക്കെ ഒത്തിരി യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കറിയാം അവരെ പിടിച്ചെടുക്കൂല എന്നും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇതെങ്ങാനും നടക്കുമോ? ഇല്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മെമ്മറിക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റുന്നത്. ഹോളിഡേ പർപ്പസിന് പോകുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ വാങ്ങിക്കും. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ആളെ കൊല്ലുന്ന കത്തി പൈസ. പിന്നെ അത്യാവശ്യം എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഒരു 3-3.5 മണിക്കൂറുണ്ട് ഡ്രൈവ്. എന്നാലും ഈവനിങ് നല്ല സുഖമുള്ള ഡ്രൈവായിരുന്നു. വീട്ടിൽ രാത്രിയായി കഴിഞ്ഞപ്പോൾ എത്തി. അതോടെ ആ ദിവസം അവസാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ വീഡിയോ. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.